കണ്ണൂർ സർവകലാശാല VC നിയമനം റദ്ദാക്കിയതിനെതിരായ പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ച സംസ്ഥാനം. ഉത്തരവിലെ നിരീക്ഷണങ്ങൾ വസ്തുതാപരമല്ലെന്ന് ഹർജിയിൽ പറയുന്നു. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. രാധാകൃഷ്ണൻ ചേരുന്നു. അതിലൊരു വ്യവഹാര വഴി ഇനിയില്ല എന്ന് അന്ന് മുൻ VC പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയല്ല, വ്യവഹാര വഴി തുടരും, നിയമ പോരാട്ടം തുടരുകയാണോ സർക്കാർ? സംസ്ഥാന സർക്കാരാണ് ഹാഷ്മി ഇതില് ഈ പുനഃപരിശോധന ഹർജി നൽകിയിരിക്കുന്നത്. ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹം നൽകിയിട്ടില്ല. ഇതിൽ സംസ്ഥാന സർക്കാർ പറയുന്നത്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇതിലുള്ള തിരിച്ചടി മന്ത്രിസ്ഥാനത്തുള്ള ചിലർ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് ഈ വിധിയിൽ പറയുന്നുണ്ട്. ആ വിധി ഒരുപക്ഷെ ഇങ്ങനെ തുടരുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി പല സാഹചര്യങ്ങളിലും മാറുകയും ചെയ്യും. മറ്റ് കേസുകൾ വരുമ്പോഴും ഈ വിധത്തിലുള്ള സ്വാധീനം ചെലുത്താൻ സംസ്ഥാന സർക്കാർ മടിക്കില്ല എന്ന് ഉള്ള രീതിയിൽ അഭിപ്രായം കോടതികളിലേക്ക് ഉണ്ടാക്കാനായി ഈ വിധി കാരണമാകും. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജിയുമായിട്ട് സമീപിച്ചിരിക്കുന്നത്. ഈ VC നിയമനം റദ്ദാക്കിയ നടപടി റദ്ദാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അഥവാ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ അത് വസ്തുതാപരമല്ല, ഈ നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ തിരുത്തണം എന്നും സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും കോടതി ഇപ്പോൾ പുതുവത്സര ആഘോഷങ്ങളുടെ ഒരു അവധി സമയത്തിലാണ്. അതിനുശേഷം കോടതി തുറക്കുമ്പോൾ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കും. RK ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിൽ ഉത്തരവിൽ വസ്തുതാപരമായ പ്രശ്നമുണ്ട്, തിരുത്തണം എന്നാവശ്യപ്പെട്ടാണ് സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജി.